ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ മുൻ CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ 10 പേരെ പുറത്തിറങ്ങിയാണ്. പത്മകുമാറിന്റെ മകനാണ് രുദ്രാക്ഷമാലയും യോഗദണ്ഡും അറ്റകുറ്റപ്പണിക്ക് ചട്ടവിരുദ്ധമായി എവിടെ കൈപ്പറ്റിയതും അത് പണി. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുക. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, എക്സ് ഓർ വൈ, അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. ക്രമക്കേട് കണ്ടെത്തി ഇതെല്ലാം ദേവസ്വം മഹോത്സവം രേഖപ്പെടുത്തിയതാണ് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു FIR ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസും തുടർ നടപടികളിലേക്കും പോകാൻ എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മടിച്ചത്? നിങ്ങൾക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്ത് വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാണ് വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അല്ല, ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിലാദ്യം കയറി കോടതി ഒരു തീരുമാനം എടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെൻറ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്തൊരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടിയിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെൻറ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നത, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെൻറ്റാണ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിച്ചു. അപ്പോൾ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ളത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന സമയം ഗവൺമെൻറ് എടുക്കാറില്ല. കുറ്റകൃത്യം എവിഡന്റ് ആയിരുന്നു. അതൊരു കോടതി കണ്ടെത്തൽ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് ശ്രദ്ധ വരുന്നത്. ആരെവിടെ എന്ത് വെളിപ്പെടുത്തി എങ്ങനെ വെളിപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ചെയ്ത ക്രൈം അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടായിരുന്നു. എല്ലാ രേഖകളിലും ഇത് വ്യക്തമാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തു? എന്തായാലും രേഖയും വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും രേഖ കിട്ടുമെന്ന് ഞങ്ങളുടെ മുമ്പിലായാലും എങ്ങനെ രേഖ കിട്ടിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ മുമ്പ് ഇങ്ങനെ ഗൂഢാലോചനയൊക്കെ നടത്താൻ കിട്ടിയപ്പോൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഗവൺമെൻറ് മുമ്പിൽ ഇങ്ങനൊരു കറയും കയറുന്നത് നേരത്തെ കിട്ടിയില്ല. കിട്ടിയ ഒരു സന്ദർഭത്തിൽ തന്നെ സമയബന്ധിതമായി അത് അന്വേഷിക്കാൻ വേണ്ടി SITയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയോ കോടതി എടുത്ത നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് അതിനെ എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് പോകണമെന്ന് തന്നെ നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പോഴും അത് തന്നെ. 5-6 ദിവസങ്ങളായാലും ഇപ്പോഴായാലും സർക്കാർ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് സർക്കാരിനെ സർക്കാരിന്റെ മൊത്തത്തിൽ. കാരണം എല്ലാ ഉദ്യോഗസ്ഥരും കഴിച്ചാണെങ്കിലും മുൻധാരണയിലാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ ഒരു ബന്ധമില്ലെന്ന് ഇപ്പോഴെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, ഒന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെന്തിനാ ആ ചോദ്യം ചോദിച്ചേ? ഞാനിപ്പോൾ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചും പരാമർശമോ മറ്റു പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ വന്നിട്ടില്ല. ഇനി അന്വേഷണത്തിൽ SIT അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിലും വന്നോട്ടെ. അത് പോലീസിനെ വെല്ലുവിളിക്കലല്ലേ, കോടതിയെ വെല്ലുവിളിക്കല്ലേ? കോടതിയും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട്, ഇന്റർനെറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സീൽ വെച്ച കവറിൽ കൊടുക്കണം എന്നാണ് നിർദ്ദേശമുള്ളത്. എന്നുവെച്ചാൽ വാർത്ത വെളിയിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾക്ക് വെളിയിൽ ഈ വാർത്ത പല രൂപത്തിൽ കൊടുത്തിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കും, വിചാരണയും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നു, സീൽ വെച്ച കവറിൽ ഇന്റർനെറ്റ് റിപ്പോർട്ട് കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിയെ ഞങ്ങൾക്ക് ഗവൺമെൻറ് പൂർണ്ണമായി വിശ്വാസമാണ്, ഒരേ നിലപാടാണ് കോടതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് വേറെ ഏത് അന്വേഷണത്തിൽ ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ, പൂർണ്ണമായി ആ കാര്യത്തിൽ ആരുടെ ഉണ്ടെങ്കിലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഇല്ല, നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിന് കുറ്റക്കാരായി വന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴേ കയറി മുൻവിധിയോടുകൂടി പ്രതിയാണെന്ന് പറയണ്ട. ഇല്ല, അത് വരട്ടെ, അതല്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇപ്പം അന്വേഷണം ആരംഭിച്ചില്ലേ ഉള്ളൂ.
നിങ്ങൾ SIT FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിലേതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോർഡിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. സർക്കാർ എല്ലായ്പ്പോഴും പറയുന്നത് ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിലെ കാര്യങ്ങൾ സർക്കാർ നിർബന്ധിക്കുക. പക്ഷെ നിങ്ങൾക്ക് സർക്കാരിനാവട്ടെ ദേവസ്വം ബോർഡിനാവട്ടെ ദേവസ്വം വകുപ്പിനാവട്ടെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? 2019 സംബന്ധിച്ചോ അന്വേഷണം പറയട്ടെ. പക്ഷെ 2019 ആരും അറിയാതെ അവിടുന്ന് ആ പാളി കൊണ്ടുപോയി വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. 2019 കൊണ്ടുപോയ വിഷയത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇതിലും സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് നടത്തി കേട്ട പരാമർശം ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പറായി തന്നെ കൊണ്ടുപോകണമെന്ന്. അത് നടപ്പാക്കുന്ന രംഗത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയല്ല, ആ നടപ്പാക്കിയ രംഗത്ത് പിന്നെ ബോർഡ് പ്രോപ്പറായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നതിൽ ബോർഡിനെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വന്ന റിപ്പോർട്ടിനകത്ത് പരാമർശം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മുൻവിധിയോടുകൂടി ഒരു കുറ്റക്കാരാണെന്ന് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, അത് എന്താണെന്ന് പറയട്ടെ, അത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ആവർത്തിച്ച് പറയുന്നത് വീഴ്ച എന്നാണ്. ഇതിൽ വീഴ്ചയല്ല, കൃത്യമായ കളവാണ് നടന്നത്. നിശ്ചയമായും സംശയമൊന്നുമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം പൂർണ്ണമായി ശരിയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കൊള്ളയാണ്, മോഷണമാണ്. അതിനൊരിക്കലും നമുക്ക് ന്യായീകരണമില്ല. അതിൽ വീഴ്ചയെന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ക്രൈം നടന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ ഇല്ല. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് വെളിവരട്ടെ. അങ്ങനെയല്ല ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുകൊണ്ടല്ലേ SIT വെക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കോടതിക്ക് വിശ്വാസമുള്ള ഒരു ടീമിനെ കോടതി വെച്ചിരിക്കുന്നു. ആ കോടതി ഇപ്പോൾ വെല്ലുവിളിക്കേണ്ടതുണ്ടോ? ആ വിശ്വാസത്തെ നമ്മൾ ഹരിക്കണം.